നമ്മളെ ഈ മാനനഷ്ടം, മാനനഷ്ട കേസ് ഇതേക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട്, അയാൾ എനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്കെതിരിൽ ഞാൻ മാനനഷ്ടത്തിന് പോലീസിലൊരു പരാതി കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ മാനനഷ്ട കേസുകൾക്ക് പോലീസ് FIR ഇട്ട് കേസെടുക്കും. ഇതേക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പൊതുമണ്ഡലത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് എതിർചേരിയിലുള്ള ആളുകൾക്കെതിരായി ആരോപണങ്ങളുടെ പെരുമഴ തന്നെ പുറത്തിറക്കാറുണ്ട്. ഈ സന്ദർഭത്തിൽ ആരോപണ വിധേയരായ മറു നേതാക്കൾ ഇദ്ദേഹത്തിനെതിരിൽ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ മാനനഷ്ടത്തിനൊരു കേസ് കൊടുക്കുന്നു. വാസ്തവത്തിൽ എന്താണ് മാനനഷ്ട കേസ്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499 വകുപ്പിലാണ് ഡിഫാമേഷൻ അഥവാ അപകീർത്തിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. IPC മാറി രാജ്യത്തൊട്ടാകെ BNS നിലവിൽ വന്ന സമയത്ത്, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 356 വകുപ്പിലാണ് അപകീർത്തിപ്പെടുത്തലിനെ കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അപകീർത്തിപ്പെടുത്തൽ? ഏതെങ്കിലും ഒരാളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘം ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ അന്തസ്സിനെ ഹനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറ്റേതെങ്കിലും ഒരാൾ പറയുന്ന വാക്കുകളോ എഴുത്തുകളോ ആണ് അപകീർത്തിപ്പെടുത്തലായി കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ അപകീർത്തിക്ക് വിധേയനായ ഒരാൾ അയാളുടെ അധികാര പരിധിയിലുള്ള ഒരു 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് തെളിവ് സഹിതം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യേണ്ടത്. മാനനഷ്ട കേസുകൾ 2 തരമുണ്ട്. ഒന്ന് മാനനഷ്ടം സിവിൽ കേസായും മറ്റൊന്ന് മാനനഷ്ടം ക്രിമിനൽ കേസായും നമുക്ക് കോടതികളിൽ ഫയൽ ചെയ്യാവുന്നതാണ്. നമ്മൾ നഷ്ടം, അതായത് കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് ലഭിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് ആണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത് എങ്കിൽ നമുക്ക് സിവിൽ കേസായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്ന് മാത്രവുമല്ല, അങ്ങനെ നമ്മൾ എത്ര തുകയാണോ കോടതിയിൽ നമ്മൾ കോമ്പൻസേഷനായി ആവശ്യപ്പെടുന്നത്, ആ തുകക്ക് ആനുപാതികമായി സ്റ്റാമ്പ് ഡ്യൂട്ടി കോടതിയിൽ കെട്ടിയെങ്കിൽ മാത്രമേ ഒരു സിവിൽ കേസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തേത് ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസിൽ ആരോപണ വിധേയനായ ആൾക്ക് എതിരായി വിധി വന്നാൽ അതിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്നത് 2 വർഷം വരെ ആകാവുന്ന തടവ് മാത്രമാണ് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, മാനനഷ്ട കേസിൽ പോലീസിനെ അല്ല നമ്മൾ സമീപിക്കേണ്ടത്, നമ്മുടെ ജൂറിസ്ഡിക്ഷനുള്ള, നമ്മുടെ അധികാര പരിധിയിലുള്ള ഒരു 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം ഓർത്തു വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.